2021 MBBS സീറ്റാണോ ലക്ഷ്യം? ഉടൻ ജോയിൻ ചെയ്യൂ സൈലം ലേണിംഗ് ആപ്പിന്റെ ക്രാഷ് കോഴ്സിൽ. പാട്ടിന്റെ ഉത്സവമേളത്തിലേക്ക് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സ്റ്റാർ നൈറ്റിലേക്ക് മനോഹര ഗാനവുമായി എത്തുന്നു അഫ്സലിക്കയും ഒപ്പം നമ്മുടെ ദേവനക്കുട്ടിയും. ചുണ്ടിൽ സ്നേഹത്തേനുണ്ടോ പെണ്ണേ? ഓഹോ കണ്ണേ എൻ കണ്ണേ, നിൻ കണ്ണിൽ നീലനിലാവുണ്ടോ കണ്ണേ? മണിമുത്തം നീ ചോദിച്ചു മൗനം സമ്മതമായി. മലരമ്പാകെ ചോദിച്ചു മൗനം തൂവിപ്പോയി. ഇനിയൊന്നും ചോദിക്കല്ലേ ചോദിക്കല്ലേ പൊന്നേ. കവിൾത്താരുലഞ്ഞതെന്തേ ഈനാച്ചന്തമേ? കുറിക്കൂട്ടുമാഞ്ഞതെന്തേ നിലാസുന്ദരി? നീ കണ്ടവയെല്ലാം മിണ്ടാതെ, കേട്ടവയെല്ലാം പാടാതെ, തൊട്ടതിലെല്ലാം മുട്ടാതെയോ. ഓഹോ പെണ്ണേ എൻ പെണ്ണേ, നിൻ ചുണ്ടിൽ സ്നേഹത്തേനുണ്ടോ പെണ്ണേ? ഓഹോ കണ്ണേ എൻ കണ്ണേ, നിൻ കണ്ണിൽ നീലനിലാവുണ്ടോ കണ്ണേ? കുറ്റാലത്തരുവിക്കരയിൽ ചിറ്റോളത്തിൽ മെല്ലെ മനമാകെ നനഞ്ഞോ പെണ്ണെ വായാടി പെണ്ണാളെ, നീയാകെ നനഞ്ഞോ പെണ്ണെ വായാടി തത്തമ്മേ. കൈകളിലെ മുത്തണി വളകളുടഞ്ഞല്ലോ, ഉത്തരമൊന്നും ചൊല്ലാനില്ലെന്നോ. ഓ പെണ്ണേ എൻ പെണ്ണേ, നിൻ ചുണ്ടിൽ സ്നേഹത്തേനുണ്ടോ പെണ്ണേ? ഓ കണ്ണേ എൻ കണ്ണേ, നിൻ കണ്ണിൽ നീലനിലാവുണ്ടോ കണ്ണേ? ഓ കൈതാളം തട്ടാതെ, നീ താളം കാണാതെ, പിന്നാലെ പൂത്ത
പിന്നെന്തിനാണ് ഈ മോഹപ്പൂത്തേര് നിനക്കായി തങ്കത്തട്ടാൻ തട്ടാരത്തിലേ പിന്നെന്തിനാണ് ഈ ഓലപ്പൂത്താലി പെണ്ണേ എൻ പെണ്ണേ നിൻ ചുണ്ടിൽ സ്നേഹത്തേനുണ്ടോ പെണ്ണേ ഓ കണ്ണേ എൻ കണ്ണേ നിൻ കണ്ണിൽ നീലനിലാവുണ്ടോ കണ്ണേ എന്തോ നീ അതിന് പാട്ട് കേട്ടിട്ട്? മോളെ അടിപൊളിയായിട്ട് പാടി, നല്ല പാട്ടാണ്, മോള് നന്നായിട്ട് പാടി. ആ രണ്ട് കോമ്പിനേഷൻ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്, നല്ല ഭംഗിയായി. ഹായ് ദേവന, ഹലോ, സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു സർ. നന്നായി പെർഫോമൻസ് ഇല്ലേ, അതായത് സ്റ്റുഡിയോയിൽ പാടിയ പോലെ സ്റ്റേജിൽ പാടുന്ന ഒരു അസാധ്യ പെർഫോമറാണ് അഫ്സലിക്ക. അതായത് നിങ്ങൾക്കൊക്കെ ഒരുപാട് എനിക്കൊന്ന് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് പഠിക്കാൻ പറ്റുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അഫ്സലിക്കയോടൊക്കെ പാടാൻ പറ്റുന്ന തന്നെ വലിയ ഭാഗ്യമാണ്. അതൊരു വലിയൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. നന്നായി പാടി, നല്ല രസമുണ്ടായിരുന്നു, നല്ല എനർജി ഉണ്ടായിരുന്നു. അഫ്സലിക്ക, ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒറിജിനൽ ട്രാക്ക് പ്ലേ ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ഓരോ വാക്കും അത്ര പെർഫെക്ഷനോട് കൂടി എങ്ങനെ എനിക്ക് പാടിയോ, ഒറിജിനൽ ട്രാക്കിൽ എങ്ങനെ അഫ്സലിക്ക പാടിയോ അതേപോലെ തന്നെ എനിക്കിവിടെ തോന്നി. അതെ, ദീപക്കേട്ടന്റെ ഒരു അടിപൊളി കോമ്പോസിഷനും ആണല്ലോ. വളരെ സന്തോഷം. കാരണം എനിക്ക് ഈ ഒരു പാട്ട് റോഷന്റെ ഫസ്റ്റ് ഫിലിമായിരുന്നു. റോഷന്റെ ഫസ്റ്റ് ഫിലിം ആയതുകൊണ്ട് തന്നെ റോഷൻ ഞാനും അടുത്ത സുഹൃത്തുക്കളാണ്. എന്തായാലും രണ്ടുപേരും കലക്കി. മോളു അടിപൊളിയായിരുന്നു, താങ്ക് യു സർ. നല്ല ആ ഫീലോടുകൂടി അങ്കിളിന് അത് കറക്റ്റായിട്ട് കിട്ടി. അപ്പോഴല്ല നമുക്കും പാടാൻ പറ്റുള്ളൂ. സുഖം അസലായിട്ട് പാടി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. കുഞ്ഞു കൊഞ്ചലിന്റെ ചിങ്കാരക്കൂട്ടിൽ സ്വരവിരുന്നുമായി വരുന്നു അസ്ന, അമൃത ആൻഡ് ദേവൂട്ടി. കണ്ണോ
സ്റ്റാർ നൈറ്റിൽ പ്രേക്ഷകർക്കായി ഇതാ ഒരു മനോഹരമായ ഗാനം. ആനന്ദമാനന്ദമാനന്ദമേ ആനന്ദമാനന്ദമാനന്ദമേ ബ്രഹ്മാനന്ദ നിത്യാനന്ദ സദാനന്ദ പര ആനന്ദമാനന്ദമാനന്ദമേ യയ്യാ 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 കച്ചേരി പാടാമെടി കച്ചേരിക്കാരാനും പോരും നോടി പോരും ബൊക്കും ബത്താടുന്നോടി അമ്പാത്തെ തമ്പ്രാട്ടി കുഞ്ഞാങ്കിളി വെയിലേ വെയിലേ വെറുതെ തരുമോ നിറനാടിൽ നിറയെ പൊന്ന് ഓ കല്യാണ കച്ചേരി പാടാമെടി കച്ചേരിക്കാരാനും പോരും നോടി വെയിലേ വെയിലേ വെറുതെ തരുമോ നിറനാടിൽ നിറയെ പൊന്ന് ഓ കല്യാണ കച്ചേരി പാടാമെടി കച്ചേരിക്കാരാനും പോരും നോടി തട്ടും തത്താരേയോ താളിക്കെന്തു വില കട്ടോല പൂപ്പന്തൽ കെട്ടാമെട്ടു നില കാണാം കൈതോലെയോ പൂവിനെന്തു വില കാർക്കൂന്തൽ മൂടുമ്പോൾ കണ്ണിൽ ചന്ദ്രകല ഓ ചെറുക്കനു ചേലിൽ കുറി വരയ്ക്കാം കുരുവിളച്ചേതിൽ ഹരിചന്ദനം പുഴയിൽ മഴ നിറയും നറുമകരം കുളിരെഴുതും തിരുമുറയിൽ തകിലടിയിൽ കിളുന്നോ ഓ കല്യാണ കച്ചേരി പാടാമെടി കച്ചേരിക്കാരാനും പോരും നോടി ഓലച്ചങ്ങാടി ഓ ചേലക്കെന്തു വില ഓലോല കൈയിന്മേൽ കട്ടിയോട്ടുവള പാടാ പാപ്പാത്തിയോ വേണം തൂശനിര വാർത്തുന്ന ചോറുണ്ണാൻ കണ്ണൻ വാഴയില ഓ കണിത്തിന്റെ കാച്ചും മണിപ്പപ്പടം വിളമ്പും നിലാവാൽ പാൽ പായസം ചെറുതിരിയിൽ ഒരു ചിറകിൽ മഴമുണരും അലയൊലിയിൽ ഓ കല്യാണ കച്ചേരി പാടാമെടി കച്ചേരിക്കാരാനും പോരും നോടി പോരും ബൊക്കും ബത്താടും നോടി അമ്പാത്തെ തമ്പ്രാട്ടി കുഞ്ഞാങ്കിളി വെയിലേ വെയിലേ വെറുതെ തരുമോ നിറനാടിൽ നിറയെ പൊന്ന് ഓ കല്യാണ കച്ചേരി പാടാമെടി കച്ചേരിക്കാരാനും പോരും നോടി യയ്യാ 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 സ്റ്റാർ നൈറ്റിൽ പ്രേക്ഷകർക്കായി ഇതാ ഒരു മനോഹരമായ ഗാനം.
ദിര ദിര നാ ദിര ദിര നാ 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 ദിര ദിര നാ ദിര നാ ദിര നാ 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 ദിര 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 നാ നഖർ ദിഗ ദിഗ ദിര നാ ദിഗ ദിഗ ദിര നാ ദിര നാ 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 செல்போனில் பார்த்த பேரு மச்சான், அந்த சிரிக்கி மாவ சத்தியா யாரு மச்சான்? ஓ கட்ட புள்ள என்ன மச்சான், கருத்த புள்ள அப்படி கருத்த புள்ள சொல்லு மச்சான், சத்தியமா சொல்லு கேள புள்ள, அந்த சத்தியதான் என்னுயிர் தோழம் புள்ள. நேசோ மச்சான் என்ன புள்ள, ரோசோ மச்சான் சொல்லு புள்ள, ரோசோ மச்சான் சொல்லு புள்ள. உங்க இடம் இது என்ன சொல்லுறீங்க, என்னை எங்க வச்சு என் மச்சான் கொள்ளுறீங்க? மாமன் புள்ள என்ன மச்சான், மனசுக்குள்ள சொல்லு மச்சான், மனசுக்குள்ள சொல்லு மச்சான். கருமாரி தேவியத்தான் நினைச்சிருக்க, நம்ம கல்யாண தேதியத்தான் குறிச்சிருக்க. മണിയാ, സാർ നീ കേറി കേറി എങ്ങോട്ടാ പോകുന്നേ? ആദ്യം നാടൻ പാട്ടി വന്നു, അപ്പൊ ഞങ്ങൾ പറഞ്ഞു ജോണർ മാറ്റി പിടിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് നീ അടുത്ത ഒരു ചെറിയൊരു സെമി ക്ലാസിക്കൽ വന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇതുപോലെ മെലഡി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നീ മെലഡി പാടി, അതും കടന്നുപോയി. അപ്പൊ പറഞ്ഞു ഞങ്ങൾക്ക് ഇതുപോലെ കണ്ണുനീർ തുള്ളിയേ അങ്ങനത്തെ ആ ഒരു അശരീരി പോലുള്ള പാട്ട് വേണമെന്ന്, അത് പാടി. അതും കഴിഞ്ഞ് ഇപ്പം നോക്കുമ്പം ഒരു അത്ഭുതത്തോടു കൂടി നോക്കുകയാണ് തമിഴ് പാട്ടേ. എങ്ങനെയുണ്ട് കേട്ടത് രണ്ടുപേരും കൂടെ? തമിഴ് പാട്ട് പാടി മോനെ, നീ തമിഴ് പാട്ട് പാടി തമിഴ്നാട്ടിലേക്ക് പോവാണോ? അല്ല, കൂടെ ഒരാൾ വന്നിരിക്കുന്ന തമിഴ്നാട്ടിൽ നിന്നാണ്. കൂടെ ഒരാള് വന്നത് കോയമ്പത്തൂരിന്നാ അല്ലേ? പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. താങ്ക് യു സാർ. ആ, നിങ്ങൾ രണ്ടുപേരും അങ്ങനെ പറയുമ്പോ അങ്ങോട്ട് വരാൻ തോന്നും നമുക്ക് അല്ലേ? താങ്ക് യു കേട്ടാ? താങ്ക് യു. ഓക്കെ. സൈലം ടോപ്പ് സിംഗർ സ്റ്റാർ നൈറ്റ് വേദിയിലേക്ക് നമ്മുടെ പ്രേക്ഷകരെ കയ്യിലെടുത്ത മിടുക്കികൾ വരാണ്. സോ വെൽക്കം. നമുക്ക് സ്വാഗതം ചെയ്യാം പ്രിയപ്പെട്ട കൂട്ടുകാരെ. हम नहीं तोड़ेंगे तोड़ेंगे तुम अगर
എന്നെന്നും വിസ്മയങ്ങൾ തീർത്ത കുർബന്മാർ ശ്രീഹരി ആൻഡ് കൃഷ്ണജിത്ത്. വെൽക്കം ശ്രീഹരി ആൻഡ് കൃഷ്ണജിത്ത് on stage. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ല. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൽ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. അഴകേലും പെൺമയിലേ, കൊതിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയും പോലൊരു പുഞ്ചിരി നൽകൂലേ. അഴകോലും പെൺമയിലേ, കൊതിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയും പോലൊരു പുഞ്ചിരി നൽകൂലേ. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ല. ആ ആ പെൺമനസ്സിൽ പ്രതിഷ്ഠ നേടാൻ കൊതിച്ചതാണീ നെഞ്ചം, തകർത്തെടുക്കി പെട്ടിയിലാക്കിയില്ലേ. പൊൻപ്രഭാതം വിടരും നേരം കുളിച്ച് റെഡിയായി നിന്നു, കൊതിച്ച പെണ്ണോ ചീത്ത വിളിച്ചില്ലേ. കിളിക്കനായി വിഷണ്ണനായി ഏകാന്തനായി ഞാൻ നിന്നു. കിളിപ്പനായി പിഷണ്ണനായി ഏകാന്തനായി ഞാൻ നിന്നു. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. Come on, baby. Come to me. വരില്ല വരില്ല നീ. നിരാശ കാമുക ലോകത്തിൽ ഒരു പ്രധാനിയായി നിന്നു. പരീക്ഷയിൽ ഞാൻ തുന്നം പാടിയില്ലേ. തുന്നം അതുന്നം സപ്തഗതീതനു കൊട്ടാരത്തിൽ മുന്നിൽ പകച്ചു നിന്നു, മാതാപിതാക്കൾ ഗുണ്ടകളായില്ലേ. കിളിക്കനായി വിഷണ്ണനായി ഏകാന്തനായി ഞാൻ നിന്നു. കിളിപ്യനായി പിഷണ്ണനായി ഏകാന്തനായി ഞാൻ നിന്നു. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ല. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. അഴകോലും പെൺമയിലേ, കൊതിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയും പോലൊരു പുഞ്ചിരി നൽകൂലേ. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ. മണിയാ കൃഷ്ണു കലക്കി കേട്ടാ. പലവട്ടം കാത്തുനിന്ന് ആരെയാണ് കാത്തുനിന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും സംഭവം കയറി കൊളുത്തി കേട്ടാ. ഞാൻ ഒരു പക്ഷേ ഇന്ന് എന്താണ് ഒരു ഉത്സവ ആഘോഷത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഇല്ലായിരുന്നേ ഞാൻ പിടിച്ചേനെ, മണിയനെയും പിടിച്ചേനെ, ഞാൻ കൃഷ്ണുവിനെയും ഞാൻ പിടിച്ചേനെ. പലവട്ടം നിങ്ങൾ ആരെയാണ് കാത്തു നിന്നു എന്നുള്ള കാര്യം എനിക്കൊന്നും അറിയണം. എന്തായാലും സംഭവം കലക്കി കേട്ടോ. രാഗവസന്തത്തിന്റെ വർണ്ണ വിരുന്നിൽ നാദ വിരുന്നൊരുക്കാനെത്തുന്നു നമ്മുടെ MG അങ്കിളും ദേവനക്കുട്ടിയും. വെൽക്കം.
ലിച്ചു എന്ത് വയത് വെച്ച് കസറിയല്ലോ, നന്നായിട്ട് പാടി മോളെ കേട്ടോ. താങ്ക് യു സർ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മോടെ കൂടെ കുറേ വർഷത്തിന് മുമ്പ് പാടിയ പാട്ട് എനിക്ക് ഈ പ്രായത്തിലുള്ള ഒരു കുട്ടിയായിട്ട് പാടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇതൊരു റെക്കോർഡല്ലേ, ഇതിങ്ങനെ ഇരിക്കുമല്ലോ. ലിച്ചു വളർന്ന് വലുതായി കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ടിരിക്കുമ്പോഴും ഇത് ലിച്ചുവിനെ ടി വിയിലിട്ട് കാണാം അല്ലേ? സന്തോഷമായോ? സന്തോഷമായി. ദേ അവരുടെ ചോദിച്ചേ ലിച്ചു പാടിയ പാട്ട് ഇഷ്ടപ്പെട്ടോ? എന്നെ വിട്ടേരെ ലിച്ചു പാടിയ പാട്ട് ഇഷ്ടപ്പെട്ടോ? ഞാൻ പാടിയ പാട്ട് ഇഷ്ടപ്പെട്ടോ? ലച്ചു പാടിയ പാട്ട് ഇത് ഒരു ഹിറ്റ് സോങ്ങാ. ഒരുപാട് ആളുകളുടെ ചുണ്ടത്ത് ഇങ്ങനെ എന്നും മൂളിക്കൊണ്ടിരുന്നതും നിന്റെ അടുത്ത് നിൽക്കണ ആ അങ്കിള് ഒരു കാലത്ത് ഏത് സ്ഥലത്ത് പോയാലും ദുബായിലായാലും അമേരിക്കയിലും ഒക്കെ ഈ പാട്ട് പാടാൻ പറയും. അപ്പം അങ്കിൾ ഈ പാട്ട് പാടും, ഭയങ്കര കയ്യടിയാണ്. അന്ന് അങ്കിളിൻ്റെ കൂടെ പാടിയത് വേറെ ആൾക്കാരാ, പക്ഷെ ഇന്ന് പാടിയതാരാണ്? ലിച്ചു. ഗംഭീരമായി പോയി കേട്ടോ. ആ അത് ഈ പറഞ്ഞതുപോലെ നീ കുറച്ചും കൂടെ ഒക്കെ വലുതായി കല്യാണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് ടി വിയിലിട്ടിട്ട് നീ ഇത് കാണും. നിന്റെ കുട്ടികളോട് നീ പറയും ഇത് ഞാൻ പാടിയ പാട്ടാ, ഞാനും ഈ പറഞ്ഞ ശിവകുമാരങ്കളും കൂടി പാടിയ പാട്ടാണ് എന്ന് നീ അന്ന് പറയും കേട്ടോ. ഓക്കെ, ഇതൊരു ഓർമ്മയായിരിക്കട്ടെ. നന്നായി. ദേവനക്കുട്ടി നല്ല രസമുണ്ടായിരുന്നു പാടിയത്. ദേവനക്കുട്ടി പാടിയതിന്റെ ഒപ്പം തന്നെ ശ്രീകുട്ടൻ ചേട്ടാ ഇത് അതുപോലെ തന്നെ ഉണ്ട് ഇന്ന് പാടുമ്പോഴും. ഓ ഗ്രാൻഡ്. താങ്ക് യു. ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു ശ്രീമാരേട്ടാ. ഞങ്ങളൊക്കെ എപ്പോഴും സ്റ്റേജിൽ പാടാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ, എന്നും പാടിയിട്ടുള്ള പാട്ടുകൾ. താങ്ക് യു. ജോൺസൺ മാസ്റ്ററിൻ്റെ എവർഗ്രീൻ ആയിട്ടുള്ള പാട്ട്, അത് തീർച്ചയായിട്ടും ദീപു പറഞ്ഞ പോലെ തന്നെ ശ്രീമാരേട്ടൻ എന്നും ആ കൺസിസ്റ്റൻസി എന്നും നിലനിൽക്കുന്നുണ്ട് പാടുന്നതിൽ. വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. മോളു അടിച്ചു പൊളിച്ച്. ഓക്കെ, എനിക്ക് ഭയങ്കര സാറെന്ന് പറയുമ്പോ ഒരു സാധനം പോണ്ടല്ലോ. അത് പല്ലില്ല. പല്ലൊക്കെ ഇവിടെ പോയി. നേരത്തെ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മേളിലത്തെ പല്ലില്ല, മേളിലത്തെ പല്ല് അലക്കാൻ കൊടുത്തിരിക്കുക. ആ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തിരിക്കുക. അടുത്ത ആഴ്ച കിട്ടും. വരും 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 വരും. അപ്പൊ ഈ സായൊക്കെ മാറും അല്ലേ? ഈ സാ അത് മാറില്ലേ? അടിപൊളിയായിട്ട് പാടി. എന്താണെന്നറിയാമോ, ഈ പാട്ട് നമ്മളെപ്പോഴും വീട്ടിലിരിക്കുമ്പോഴൊക്കെ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ടാ. അത് ഈ കുഞ്ഞി സൗണ്ടിൽ കേൾക്കുമ്പോൾ വേറെ തന്നെ രസമുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ, നല്ല സൗണ്ടാ. അപ്പൊ മോളു നല്ല കാര്യങ്ങളല്ലേ ഇവരെല്ലാരും പറഞ്ഞത്? സന്തോഷമായില്ലേ? അപ്പൊ വീണ്ടും നമുക്ക് മുമ്പോട്ട് പോവാം അല്ലേ? ഒരുപാട് കാര്യങ്ങൾ ഇനി വരാനുണ്ട്. വണ്ടി പോട്ട്. ടോപ്പ് സിംഗർ സ്റ്റാർ നൈറ്റ് റെഡ് കാർപ്പറ്റിലേക്ക് ഇപ്പൊ കടന്നു വരാൻ പോകുന്നത് നമ്മൾ ശ്രീനാഥേട്ടനും ആൻഡ് ബെൻസനുമാണ്. അടിപൊളി. അപ്പോൾ ഇന്ന് ഏത് പാട്ടായിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്? ഇന്ന് നമ്മൾ ഇവിടെ വിട്ട് പോവാണ് മധുരയ്ക്ക്. മധുരയ്ക്ക് പോവാണ്. നമ്മൾ ഫുൾ പ്രിപ്പയർ ആണ് അല്ലേ? അടിപൊളി. അപ്പം പാടി പാടി മധുരയ്ക്ക് എത്തുമോ? എത്തിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇന്നിപ്പോ ഇവിടെ ടെൻഷൻ ഒന്നുമില്ല, കോമ്പറ്റീഷൻ ഒന്നുമില്ല. ഇന്ന് ഫുൾ സെലിബ്രേഷൻ മൂഡാണ്. ഫുൾ ഓണാണ് എല്ലാവരും. ഒരു മാർക്കിനെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട, ഒന്നും വേണ്ട. ജഡ്ജസിന്റെ കമന്റ്സ് ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് എല്ലാരെയും എൻജോയ് ചെയ്യിപ്പിക്കുക, അടിപൊളിയാക്കുക, എന്റർടൈൻ ചെയ്യിപ്പിക്കുക, അത്രേ ഉള്ളൂ. അപ്പം അത് നടക്കട്ടെ. അപ്പം പൊളിച്ചടുക്കിയിട്ട് വരും. വരാം. ഓൺലി എന്റർടൈൻമെന്റ്. ഓക്കെ, ബൈ.
அது என்ன உங்குத்தம்மா அசருத ஊர் மொத்தமா அது என்ன உங்குத்தம்மா அசருத ஊர் மொத்தமா அது என்ன உங்குத்தம்மா നമസ്കാരം. ഒരുപാട് നാളായി കണ്ടിട്ട്. നിങ്ങളൊക്കെ ഒരുപാട് പ്രോഗ്രാംസിനൊക്കെ പോകുന്നതായിട്ട് അറിയുന്നുണ്ട്, പിന്നെ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഇന്ന് ഇവിടെ വന്നതിൽ സന്തോഷം. നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഉത്സവ ആഘോഷത്തിൽ വന്നതിൽ സന്തോഷമുണ്ട്. രണ്ടുപേരും, ആനും നിങ്ങൾ രണ്ടുപേരും തകർത്തു, നന്നായിരുന്നു. സൈലം ടോപ്പ് സിംഗർ സ്റ്റാർ നൈറ്റ് വേദിയിലേക്ക് നമ്മുടെ പ്രേക്ഷകരെ കയ്യിലെടുത്ത മിടുക്കികൾ വരാണ്. സോ വെൽക്കം. നമുക്ക് സ്വാഗതം ചെയ്യാം പ്രിയപ്പെട്ട കൂട്ടുകാരെ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ സ്റ്റാർ നൈറ്റിൽ ഇപ്പൊ നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ദി ചാമിങ് ഗേൾസ് ആണ്. ഹായ്. ഇന്ന് ഏത് പാട്ടാ പാടുന്നത്? നല്ലോണം പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഉറപ്പാണ്? ഓക്കെ. അപ്പൊ നിങ്ങൾ മൂന്നുപേരെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെറിയ കാര്യം കിട്ടിയാൽ പോലും നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ച് ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങളുടെ പ്രാക്ടീസ് സെക്ഷനെ ഏകദേശം എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിലെ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ, നിങ്ങൾ മൂന്നുപേരും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നല്ല ചിരിച്ച് ആസ്വദിച്ച് അല്ലെങ്കിൽ നല്ല ബഹളമൊക്കെ ഉണ്ടാക്കി പ്രാക്ടീസ് സെക്ഷനിൽ അങ്ങനെ ഉണ്ടായിരുന്ന ആരാ? ഓക്കെ. അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡ്ജസ് എപ്പോഴും പറയാറുണ്ട് ഒരു ടെൻഷനും ഇല്ലാതെ പാടണമെന്ന്. അതുപോലെ ഒരു ടെൻഷനും ഇല്ലാതെ നല്ല അടിച്ച് പൊളിച്ച് പാടാൻ പറ്റിയൊരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മുടെ ടോപ്പ് സിംഗറിന്റെ സ്റ്റാർ നൈറ്റിൽ നമ്മുടെ കുട്ടികളെ എല്ലാവർക്കും, ലോകമെമ്പാടുള്ള എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് നല്ല അടിച്ച് പൊളിച്ച് ഒരു പാട്ടായിട്ട് എത്തുന്നുണ്ടല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബൈ ടാറ്റാ. ഇതൊരു ഉഷാറില്ലായ്മ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. വർണ്ണക്കുടനി വരുമാവണിത്തിരുവിഴ ചെല്ലത്തമിഴിൻ അൻപുത്തിരയുളരും ആയിരം പുതുനിറം എന്റെ തെങ്കാശി തമിഴ് പൈങ്കിളി കോരി ചൊല്ലുന്ന മലർത്തേങ്കിളി എന്റെ കരളിന്റെ കഥ കേൾക്കുമോ കന്നിക്കുറിമാനം അവനേകുമോ അവനില്ലാതെ വർണ്ണക്കുടനി വരുമാവണിത്തിരുവിഴ ചെല്ലത്തമിഴിൻ അൻപുത്തിരയുണരും ആയിരം പുതുനിറം നിറമേഴും വാരിത്തൂവാം സ്വരമേഴും കാതിൽ പാടാം ചിരിമുത്തം കവിളിൽ മുത്താം സ്വപ്നങ്ങൾ സ്വർണം മുക്കാം വർണ്ണക്കുടനി വരുമാവണിത്തിരുവിഴ ചെല്ലത്തമിഴിൻ അൻപുത്തിരയുളരും ആയിരം പുതുനിറം എന്നെ തെങ്കാശി തമിഴ് പൈങ്കിളി കോരി ചൊല്ലുന്ന മലർത്തേങ്കിളി എന്റെ കരളിന്റെ കഥ കേൾക്കുമോ കന്നിക്കുറിമാനം അവനേകുമോ അവനില്ലാതെ വർണ്ണക്കുടനി വരുമാവണിത്തിരുവിഴ ചെല്ലത്തമിഴിൻ അൻപുത്തിരയുണരും ആയിരം പുതുനിറം ധൂംത ധൂംത തന ധൂംത ധൂംത തന ധൂംത ധൂംത തന ധൂം ധൂം ധൂംത ധൂംത തന ധൂം
ചെല്ലത്തമിഴ് വരും ആവണിത്തിരുവിഴ ചെല്ലത്തമിഴിൻ അൻപുത്തിരയുണരും ആയിരം പുതുനിറം ഇന്ത്യ തിങ്കാശി തമിഴ് പൈങ്കിളി കുറി ചൊല്ലുന്ന മലർത്തേങ്കിളി ഇന്ത്യ കരളിന്റെ കഥ കേൾക്കുമോ കന്നിക്കൂറി മാനമവനേകുമോ അവനില്ലാതെ ഞാനില്ല എന്നെന്റെ കണ്ണന്റെ കാതലി ചൊല്ലുമോ പരിഭവം പറയുമോ പച്ചപ്പവിഴ വർണ്ണക്കുടലി വരും ആവണിത്തിരുവിഴ ചെല്ലത്തമിഴിൻ അൻപുത്തിരയുണരും ആയിരം പുതുനിറം പച്ചപ്പവിഴ വർണ്ണക്കുടലി വരും ആവണിത്തിരുവിഴ ചെല്ലത്തമിഴിൻ അൻപുത്തിരയുണരും ആയിരം പുതുനിറം പച്ചപ്പവിഴ വർണ്ണക്കുടലി വരും ആവണിത്തിരുവിഴ ചെല്ലത്തമിഴിൻ അൻപുത്തിരയുണരും ആയിരം പുതുനിറം പച്ചപ്പവിഴ വർണ്ണക്കുടലി വരും ആവണിത്തിരുവിഴ ചെല്ലത്തമിഴിൻ അൻപുത്തിരയുണരും ആയിരം പുതുനിറം. വളരെ ഗംഭീരമായ ഒരു എന്താ പറയാ ഇതിനൊക്കെ കണ്ടിട്ട്. കൃഷ്ണു, അമറു, ദേവ് 3 പേരും കൂടി വന്ന് നിന്ന് കഴിഞ്ഞിട്ട് പാട്ട് മാത്രം. പാട്ടിന്റെ പിന്നിലുള്ളത് ഏതോ എവിടെയോ ഉള്ള ഒരു ഗ്രാമമാണ് കണ്ടത്. അതുപോലെ കാളവണ്ടികൾ, നല്ല ജീവനുള്ള വണ്ടികൾ. അപ്പം നിങ്ങളുടെ പാട്ട് കേട്ടിട്ട് ഭയങ്കര രസമായിട്ട് നമുക്ക് തോന്നി എന്നുള്ളതാണ്. കൂടുതലൊന്നും പറയണില്ല, കാരണം നിങ്ങൾ പറഞ്ഞ് വാനോളം പൊക്കിയിട്ടുണ്ട് ഈ ഇരിക്കുന്നവരൊക്കെ. മനസ്സിലായോ? ഇനി പൊക്കാൻ ഇല്ല. അതുകൊണ്ട് ഗംഭീരമായി എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒരു സംശയമുണ്ട് കേട്ടോ, ഒരു സംശയമുണ്ട്. ചേട്ടൻ കാളവണ്ടി ഓടിച്ചിട്ടുണ്ടോ? കാളവണ്ടി ഓടിച്ചിട്ടില്ല. ആ കാള നിൽക്കുന്ന സ്ഥലല്ലേ, അത് കഴുത്തിൽ വെച്ചിട്ട് ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ കാളയായിട്ടുണ്ട്. കാളയായിട്ടുണ്ട്. അതല്ലേ നിങ്ങളുടെ ആവശ്യം? അത് നിങ്ങൾ പറയണ്ട എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ കാളവണ്ടി ഓടിച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലേ? സിനിമയില് നിങ്ങൾ പാടിയ പാട്ടിന് ചെണ്ടയ്ക്കൊരു കോലുണ്ട്, അതൊക്കെ കാളവണ്ടിയല്ലേ ഓടിച്ചത്. അതല്ലാതെ നാട്ടിലും അത്യാവശ്യം ആളുകളെയൊക്കെ മണിയടിച്ച് നമ്മൾ കാളവണ്ടിയൊക്കെ ഓടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിലൂടെ എനിക്ക് പ്രത്യേകിച്ച് ഒരാളുടെ അടുത്ത് പറയാനുണ്ട്. വേറൊന്നുമല്ല, ശ്രീനന്ദ. മോൾക്ക് എന്താണ് ഇതിലൂടെ മനസ്സിലായത്? ഈ അടിച്ചു പൊളിച്ച് മോള് ഒരു പ്രശ്നമില്ലാതെ മോള് പാടി. എന്തായിരുന്നു ഇന്ന് കാരണം? സ്പെഷ്യൽ എപ്പിസോഡിന് ടെൻഷൻ ഫ്രീ ആയിട്ട് പാടിയപ്പം ഒറ്റ തെറ്റ് പോലും ഇല്ലാതെ സൂപ്പറായിട്ട് എല്ലാവരുടെയും കൂടെ ഒരേപോലെ പാടി. അപ്പം മോൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? ടെൻഷൻ ഇല്ലെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. മനസ്സിലായില്ലേ? ലയൺ അതാണിപ്പം. ഓക്കെ, നൈസ്. താങ്ക് യു സർ. എല്ലാവരും അടിപൊളിയായിട്ട് പാടി. ഡാൻസും ബാക്ക്ഗ്രൗണ്ടും മൊത്തത്തിൽ നല്ലൊരു വിഷ്വലി നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നിങ്ങളെ പാട്ടും കൂടെ ആയപ്പോൾ അതിഗംഭീരമായി. നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ടോപ്പ് സിംഗർ സ്റ്റാർ നൈറ്റിൽ ഇനി നാടൻ പാട്ടിന്റെ ചന്തം ആസ്വാദകർക്ക് സമ്മാനിച്ച കരിന്തലക്കൂട്ടം ഇവിടെ എത്തുകയാണ്. നമുക്ക് വെൽക്കം നമ്മുടെ ശ്രീഹരിക്കൊപ്പം. ശ്രീഹരിക്കൂട്ടനൊപ്പം. സോ വെൽക്കം.